റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ പ്രാഥമിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രി കത്തയച്ചു. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ഫണ്ടിനും കേന്ദ്ര സർക്കാരുമായുള്ള തുടർ ചർച്ചകൾക്കുമാണ് മുഖ്യമന്ത്രി കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് കത്തയച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടിയെടുക്കുകയാണ് ലക്ഷ്യം. ജനുവരി 22 ചേർന്ന മന്ത്രിസഭായോഗമാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം RRTS അഥവാ റാപ്പിഡ് റെയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ ബജറ്റിലും പ്രഖ്യാപനം വന്നു. ഡൽഹി മീററ്റ് പാതയുടെ മാതൃകയിലാണ് കേരളം റാപ്പിഡ് റെയിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിവേഗ റെയിലിന്റെ നടപടികൾ സർക്കാർ വേഗത്തിലാക്കുകയാണ്. സംസ്ഥാനത്ത് റാപ്പിഡ് റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ സന്നദ്ധമാണെന്ന് കൊച്ചിയിൽ സെപ്റ്റംബറിൽ നടന്ന അർബൻ കോൺക്ലേവിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് റാപ്പിഡ് റെയിലിന് അനുമതി തേടിയുള്ള മുഖ്യമന്ത്രിയുടെ കത്ത്. കൊച്ചി മെട്രോയും തിരുവനന്തപുരത്തും കോഴിക്കോടും വരാൻ പോകുന്ന മെട്രോകളും റാപ്പിഡ് റെയിലുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. സാധ്യതാ പഠനം നടത്താനും കേരളത്തിൽ റാപ്പിഡ് റെയിൽ ശൃംഖല രൂപീകരിക്കാനുമുള്ള സഹായമാണ് സർക്കാർ തേടിയിരിക്കുന്നത്. സാധ്യതാ പഠനത്തിനൊപ്പം വിശദ പദ്ധതി റിപ്പോർട്ട് കൂടി തയ്യാറാക്കാനാണ് സംസ്ഥാനം കേന്ദ്രത്തിന്റെ പിന്തുണ ആവശ്യപ്പെടുന്നത്. റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ നഗരകാര്യ മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകാറുണ്ട്. അതുകൂടി ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. പദ്ധതിക്ക് വേണ്ടി വരുന്ന തുകയിൽ 20% കേന്ദ്ര സഹായമായും 20% സംസ്ഥാന സഹായമായും സമാഹരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. 60% തുക വായ്പയിലൂടെയും കണ്ടെത്തും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 ഘട്ടമായുള്ള റാപ്പിഡ് റെയിൽ കേരളത്തിൽ പ്രായോഗികമല്ലെന്ന ശ്രീധരന്റെ വിമർശനം തള്ളിയാണ് സർക്കാർ റാപ്പിഡ് റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയെ സർക്കാർ ഗൗനിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.